ഭൂമിയിൽ തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യം അതിന്റെ പൂർണ്ണ തോതിൽ വിശ്വസ്തയോടെ നിറവേറ്റിയവരായിരുന്നു സഭയുടെ നെടും തൂണുകളും ആദ്യ നേതാക്കന്മാരുമായിരുന്ന വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. തങ്ങൾ അനുഭവിച്ച രക്ഷയും പ്രത്യാശയും തങ്ങളിൽ തന്നെ ഒതുക്കാതെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവർ പ്രകടിപ്പിച്ച ധീരതയും ഉത്സാഹവും, ആത്മാക്കളെ പ്രതിയുള്ള ദാഹവും, വിശ്വാസത്തെ പ്രതി അവർ ചിന്തിയ രക്തവും, അവർ പാകിയ വചനവിത്തുകൾക്ക് നൂറുമേനി വിളവ് നൽകി. ആദിമ ക്രൈസ്തവരുടെ നേതാക്കന്മാർ ഇല്ലാതായാൽ ശൈശവ ദിശയിലായിരുന്ന സഭയെ ഉന്മൂലനം ചെയ്യാനാകുമെന്ന് നീറോ ചക്രവർത്തി നിലയ്ക്കുകയും അവരുടെ ഓർമ്മകൾ പോലും ശേഷിക്കാത്ത വിധത്തിൽ അതിനിഷ്ഠൂരമായി പത്രോസിനെയും പൗലോസിനെയും കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ധനത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ചെറിയൊരു തീപ്പൊരിയിൽ നിന്നും അഗ്നിജ്വാലകൾ പടരുന്ന പോലെ ആ വിശ്വാസ വീരന്മാരുടെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് ഊർജമാർജിച്ച് സഭ വളർന്നു പന്തലിക്കുകയാണ് ഉണ്ടായത്. തങ്ങളുടെ ജീവൻ പണയം വെച്ച് പത്രോസും പൗലോസും പ്രഘോഷിച്ച ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആധികാരികതയും അനന്യതയും ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ പ്രചോദനവും മാതൃകയുമായിരുന്നു. റോമാ നഗരത്തിന്റെ പുറത്ത് നിത്യവിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടെന്ന് നീറോ ചക്രവർത്തി നിരൂപിച്ച വിശുദ്ധ പത്രോസിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് ചക്രവർത്തിയുടെ പിൻഗാമിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് അടിസ്ഥാനമിട്ടു. ക്രൈസ്തവർക്ക് ഇനിയൊരു നേതാവ് ഉണ്ടാവുകയില്ലെന്നും ക്രൈസ്തവർ വേരോടെ നശിപ്പിക്കപ്പെടുമെന്നും വിധിയെഴുതിയ ലോക നേതാക്കളെ തിരുത്തിക്കൊണ്ട് 2 സഹസ്രാബ്ദങ്ങളുടെ പൈതൃകവുമായി വിജയക്കൊടി പാറിച്ച് സഭ ഇന്നും പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നു. വിശുദ്ധ പത്രോസിന് ശേഷം സഭയെ നയിക്കുന്നതിനും ആ നേതൃസ്ഥാനം അലങ്കരിക്കുന്നതിനുമായി 265 മാർപ്പാപ്പമാർ ലോക ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. വിശുദ്ധ പൗലോസിനെ അടക്കം ചെയ്തെടുത്തും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ ഒരു ബസിലിക്കയ്ക്ക് അടിസ്ഥാനമിടുകയുണ്ടായി. റോമൻ സാമ്രാജ്യത്തിന് ഭീഷണിയായി കണക്കാക്കപ്പെട്ട ക്രൈസ്തവർ തങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന് സ്വീകരിച്ച് കെടാതെ ജ്വലിപ്പിച്ച ക്രിസ്തു മതം ഒടുവിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും നട്ടുനനച്ച സഭാത്തോട്ടത്തെ ദൈവം ഭൂമിയുടെ എല്ലാ അതിർത്തികളിലേക്കും വളർത്തിക്കൊണ്ടിരുന്നു. ഇന്നും ദൈവം ആ സഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തു വില കൊടുത്തും തങ്ങളറിഞ്ഞ സത്യം മറ്റുള്ളവരെയും അറിയിക്കുവാനും ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിനു മുമ്പായി ആവുന്നത്ര മനുഷ്യരെ മാനസാന്തരത്തിന്റെ സുവിശേഷം അറിയിക്കുവാനും ജീവിതം സമർപ്പിച്ചവരായിരുന്നു പത്രോസ് പൗലോസ് സ്ലീഹന്മാർ. അവരും അവരുടെ മാതൃക അനുഗമിച്ചവരും നൽകിയ വിശ്വാസ സാക്ഷ്യം തലമുറകൾ കൈമാറി വന്നാണ് നമ്മിൽ പലരും ഇന്ന് ക്രൈസ്തവരെന്ന മുഖമുദ്രയിൽ അഭിമാനം കൊള്ളുന്നത്. എന്നാൽ നമുക്ക് ലഭിച്ച ഈ വൻ കൃപ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ പോലെ മറ്റുള്ളവർക്ക് കൈമാറുവാൻ നമുക്കും ഉത്തരവാദിത്തമുണ്ട്. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗികനല്ലാതെ എങ്ങനെ കേൾക്കും? മാനസാന്തരത്തിന്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിച്ച് നമ്മുടെ പൂർവികരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ പോലെ ദൈവരാജ്യ വിസ്തൃതിക്കായി നമുക്കും അവിശ്രാന്തം അധ്വാനിക്കാം. അപ്പോൾ അവരെ പോലെ നമ്മുടെയും ഭൂമിയിലെ ഓട്ടം അർത്ഥപൂർണമാകും. നീതിയുടെ കിരീടത്തിന് നാം അർഹരാകും. നന്ദി. സഭയുടെ ശില്പികളാ മോർ പത്രോസ് പൗലോസ്, സഭയാം തോട്ടത്തിൽ തിരുവചനത്തിൻ വിത്തുകളെ ധീരതയോടെ വിതച്ചവരാ ശ്ലീഹരിൽ മുൻപൻ മോർ പത്രോസ്, ജാതികളെ നേടിയ പൗലോസ്, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചി
കൈവിടണമേ